ഹായ് ഗൈസ്, നന്ദുവാണ്. എടാ, നമ്മൾ ഒരിക്കൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഒരു കപ്പിൾസിൻ്റെ. ആ ചേട്ടനെ പ്രാങ്ക് ആക്കണേണ്. അപ്പം ആ ചേട്ടൻ നല്ല രീതിയിൽ എയറിലായി. എന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് പാർട്ടാണ് എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ഇട്ടത്. സെക്കൻഡ് പാർട്ട് കാണാതെ ആ ചേട്ടനെ അവരെല്ലാവരെയും തെറി വിളിക്കുകയാണ്. സംഭവം അത് ക്യാപ്ഷനിൽ കറക്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് ലോഡിങ് ആണെന്ന്. ഫസ്റ്റ് പാർട്ട് ഇടാതിലുള്ള ലിമിറ്റ് ഇല്ലായിരുന്നു. വെച്ചാൽ ടൈം ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു, എടാ നമുക്കത് 2 പാർട്ട് കട്ട് ചെയ്ത് ഇട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ അവിടെ ഉണ്ട്, നമുക്ക് പോയി നോക്കി സംസാരിക്കാം. ഹായ് ബ്രോ. വീണ്ടും വന്ന് എടാ, നിന്റെ വീഡിയോ കാരണം എനിക്ക് തള്ളക്കുള്ളി കിട്ടി, എനിക്ക് ഇരിക്കാൻ ഫസ്റ്റ് പാട്ട് മാത്രമല്ല കണ്ട് തള്ളപ്പേമ. ഈ സെക്കൻഡ് പാട്ട് നിന്റെ റീച്ച് അങ്ങനെ കയറ്റി എനിക്ക് തള്ളക്കുള്ളി കിട്ടി. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനമ്മയ്ക്ക് തള്ളക്കുളിക്കണം? ഞാൻ പാവല്ലേ, ഇൻബോക്സ് തുറക്കാൻ വയ്യ തള്ളക്കുള്ളി. അവനൊരു ഹേറ്റ് എടുത്തില്ല, എനിക്ക് മാത്രം. അത് അടുത്തത് നമസ്കാരം, എല്ലാവരും ഉണ്ടല്ലോ. എടാ, സംഭവം തന്നെ ഫസ്റ്റ് പാർട്ട് കയറി വൈറലായി. സെക്കൻഡ് പാർട്ട് അത്ര പേര് കണ്ടില്ല. അതാണ് സംഭവം. പറഞ്ഞവരല്ലേ നിങ്ങളൊന്ന് പള്ളി വിളിക്കുക. ഉറക്കം കഴിഞ്ഞപ്പോൾ തൊട്ട് 10-25 മെസ്സേജ്. ഇങ്ങനെ ഒരു വകുപ്പില്ലല്ലോ ദൈവമേ. എന്തായാലും കൊള്ളാം, താങ്ക് യു. പുതിയ തള്ളക്കുള്ളികൾ കേൾപ്പിച്ചു, താങ്ക് യു. അമ്മച്ചി അറിയാമോ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് ഇയാളെന്നെ പ്രാങ്ക് ആക്കിയാണ്. ആരും അറിയും, നിനക്ക് മാത്രമല്ലേ മനസ്സിലായുള്ളൂ. പക്ഷെ 2 മിനിറ്റോളം ഉണ്ടായിരുന്നു ആ പ്രാങ്ക്. ആ സമയത്ത് ചേട്ടൻ പറഞ്ഞു, എടാ അങ്ങനെയാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 ഇടാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ഇട്ടാണ്. അത് എന്റെ ഐഡിയ ആയി പോയി. അതിന് ഒന്നും പറയാൻ പറ്റാത്ത പാർട്ട് 1 നല്ല ഇല്ല ആ വീഡിയോ വൈറലായി. ഇയാളെ കയറി സെക്കൻഡ് പാർട്ട് എല്ലാവരും കാണണം. എനിക്ക് അക്കൗണ്ട് റീച്ച് ആയി. നമുക്ക് മന്തി വാങ്ങിച്ചല്ല. ഓക്കെ മന്തി ഓഫീസിൽ പറഞ്ഞിട്ട് മന്തി വാങ്ങിച്ചു തരും. അപ്പോൾ ശരി. അപ്പം ശരി, ബൈ. സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.